അടുത്തതായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അൽഫായിസീന ബിറിദല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ തീർത്തും ഭിന്നനാണ്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും തന്നെ സൃഷ്ടിപരമായി തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിലും ജീവിത നിലവാരങ്ങളിലും ഭക്ഷണ രീതികളിലും യാത്രാ സൗകര്യങ്ങളിലും പ്രകടമായ വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയില്ല. ഉദാഹരണത്തിന്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന എട്ടുകാലികൾ എങ്ങനെയാണോ വലകൾ നെയ്തിരുന്നത്, അതുപോലെ തന്നെയാണ് ഇന്നും എട്ടുകാലികൾ വലകൾ നെയ്യുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തേനീച്ചകൾ എങ്ങനെയാണോ കൂടുകൾ ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ തന്നെയാണ് ഇന്നും തേനീച്ചകൾ കൂടുകൾ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉറുമ്പുകൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ് ഇന്നും ഉറുമ്പുകൾ ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ ഇതിൽ നിന്നും തീർത്തും ഭിന്നമാണ്. ഗുഹകളിലും വൃക്ഷങ്ങളുടെ മുകളിലുമെല്ലാം താമസിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള മണിമന്ദിരങ്ങളിലാണ് വസിക്കുന്നത്. കാൽനടയായി സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് ബുള്ളറ്റ് ട്രെയിനുകളിലും ജെറ്റ് വിമാനങ്ങളിലുമാണ് യാത്ര ചെയ്യുന്നത്. പാകം ചെയ്യാതെ ഭക്ഷിച്ചിരുന്ന മനുഷ്യനെന്ന് വ്യത്യസ്തമായ രീതിയിൽ പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. അതുപോലെ മണലിൽ വടികൊണ്ട് വരച്ചും കല്ലുകൾ കൊണ്ടും മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടും പാറകളിൽ ഒരച്ചുമാണ് തങ്ങളുടെ പരിമിതമായ ചിന്തകൾ മനുഷ്യൻ രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ, ആധുനിക മനുഷ്യൻ്റെ യുഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളുടെയും ടാബ്ലറ്റുകളുടെയും മൊബൈൽ ഫോണുകളുടെയും യുഗമാണ്. അതുപോലെ ആംഗ്യഭാഷയിലാണ് പണ്ട് മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്നതെങ്കിൽ, ആധുനിക മനുഷ്യൻ ഘട്ടങ്ങളിലൂടെ ഭാഷകൾ വികസിപ്പിച്ച് അതിലൂടെ സാഹിത്യത്തിനും ശാസ്ത്ര മേഖലകളിലും കലകളിലും അതുപോലെ ശാസ്ത്ര മേഖലകളിലുമെല്ലാം ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും അനുഭവിച്ചതും പഠിച്ചതുമെല്ലാം ഓർമ്മകളിൽ സൂക്ഷിക്കാനും ഒരു നിമിഷത്തിൻ്റെ അംശം പോലും എടുക്കാതെ ഓർമ്മകളിൽ നിന്നും ഓർത്തെടുക്കാനും സഹജീവികൾക്ക് പകർന്നു കൊടുക്കാനും മരണാനന്തരവും തൻ്റെ അറിവ് നിലനിർത്താനുള്ള പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നൽകിയ കഴിവൊന്നുകൊണ്ട് മാത്രമാണ്. ഒരു തലമുറ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറകളുടെ അനുഭവ സമ്പത്തും നേട്ടങ്ങളും അടുത്ത തലമുറകൾക്ക് കൈമാറുന്നു. അടുത്ത തലമുറകളാകട്ടെ അത് അടുത്ത തലമുറകൾക്ക് കൈമാറുന്നു അവരുടെ നേട്ടങ്ങൾ. അങ്ങനെ തലമുറകളിലൂടെ നാം നേടിയെടുത്തതാണ് ഈ ഇന്നത്തെ പുരോഗതി. ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ത് എന്ന് ചോദിച്ചാൽ, കണ്ണുകൾ കൊണ്ട് നാം കാണുന്നതും കാതുകൾ കൊണ്ട് കേൾക്കുന്നതും മസ്തിഷ്കം കൊണ്ട് ചിന്തിച്ച് വിശകലനം ചെയ്യുന്നതുമെല്ലാം അതിനനുസരിച്ച് ഇഷ്ടമുള്ള കാഴ്ചകളും ഇഷ്ടമുള്ള ചിന്തകളും സ്വീകരിക്കാനും തിരസ്കരിക്കാനും മനുഷ്യന് മാത്രമായി ലഭിച്ച ആ കഴിവാണ്. ഈ കഴിവ് ഉപയോഗിച്ച് രാഷ്ട്രീയമായ ചിന്തകൾ മനുഷ്യൻ സ്വീകരിക്കുന്നു, മതവിശ്വാസം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമായതുകൊണ്ട് തന്നെയാണ് 1948 യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ സാർവദേശിക പ്രഖ്യാപനത്തിൽ ഇത് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനും ആ വിശ്വാസത്തിനനുസൃതമായി പ്രബോധനം നടത്താനും ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും മതപഠന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുമെല്ലാമുള്ള പൂർണ്ണമായ അവകാശങ്ങളുള്ളത്. ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മത സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വിലക്കുകളെ സംബന്ധിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് ശുപാർശകളോടുകൂടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ
അമേരിക്കയിലെ പരമോന്നത ജനസഭയായ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. US കമ്മിറ്റി ഓഫ് ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, USCIRF എന്നതാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നടന്ന കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിക്ക് വർഷങ്ങളോളം US വീസ നിഷേധിക്കപ്പെട്ടത്. പിന്നീട് പ്രധാനമന്ത്രി ആയ ശേഷമാണ് ആ നിരോധനം നീക്കിയത്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഏറ്റവും അധികം ആശങ്ക പുലർത്തുന്ന 9 രാജ്യങ്ങളുണ്ട്. ആ പട്ടികയിൽ ഏറ്റവും അധികം ആശങ്ക പുലർത്തുന്ന 9 രാജ്യങ്ങൾ: മ്യാൻമർ, ചൈന, നോർത്ത് കൊറിയ, എറിട്രിയ, സുഡാൻ, സൗദി അറേബ്യ, അതേപോലെ തന്നെ കസാക്കിസ്ഥാൻ, ടർക്കിസ്ഥാൻ, അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്നീ 9 രാജ്യങ്ങളാണ്. 2009 അമേരിക്കയിലെ ഈ പരമോന്നത നിയമനിർമ്മാണ സഭയായ കോൺഗ്രസ് ഒരു പ്രമേയം പാസാക്കി പാകിസ്ഥാനെതിരെ. അവിടുത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ആരാധനാലയങ്ങളിൽ ആരാധന നടത്താനും മതസ്വാതന്ത്ര്യവും നൽകണമെന്ന ഒരു പ്രമേയം. അതേപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ഒരു നിഗമനമനുസരിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനത്തിൻ്റെയും ഇരട്ടത്താപ്പ് നയങ്ങളുടെയും വിചാരണയില്ലാതെ തടവിലാക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ടയർ 2 പട്ടികയിൽ കുറേ രാജ്യങ്ങളെ പെടുത്തിയിട്ടുണ്ട്. ആ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ, ക്യൂബ, ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുണ്ട് അതിൽ. അതേപോലെ തന്നെ തജിക്കിസ്ഥാൻ, ടർക്കി, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇതിൽ പെടുന്നത്. ഈ ഭാരതത്തിലെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് ഒട്ടേറെ അവകാശങ്ങൾ നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഈ ടയർ 2 പട്ടികയിൽ ഭാരതം ഉൾപ്പെട്ടതെന്ന് നാം വിശകലനം ചെയ്യണം. അതോടൊപ്പം തന്നെ ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള 47 രാജ്യങ്ങളോളം ഉണ്ട്. അതിൽ 15ഓളം രാജ്യങ്ങൾ ക്രൈസ്തവർക്കും യഹൂദർക്കും ഹൈന്ദവർക്കും മറ്റു മതവിഭാഗങ്ങൾക്കും മതപരമായ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന നിഗമനത്തിൽ ഈ കമ്മിറ്റി എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നാം അതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഏത് മുസ്ലിം രാജ്യത്താണ് മറ്റു മതവിഭാഗങ്ങൾക്ക് മതസ്വാതന്ത്ര്യമുള്ളത് എന്ന് തിരിച്ച് നമ്മോട് ചോദിക്കാറില്ലേ? വാസ്തവത്തിൽ 47ഓളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഏകദേശം 15ഓളം രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിൽ അമുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിച്ചതിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഉദാഹരണത്തിന് അബുദാബിയിൽ ചർച്ചുകളുണ്ട്, അവർ ഉത്സവങ്ങൾ പോലും നടത്താറുണ്ട്. എങ്കിലും മറുപടി പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആദ്യമായി നാം അവരോട് പറയേണ്ടത്, ഒരു രാജ്യത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായതുകൊണ്ടോ അവിടുത്തെ ഭരണാധികാരികൾക്ക് മുസ്ലിം പേരുള്ളത് കൊണ്ടോ അതൊരു ഇസ്ലാമിക രാജ്യമല്ല. ഇസ്ലാമിക രാജ്യമെന്ന് പറയുന്നത് ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് അനുസൃതമായൊരു ഭരണം നടത്തുന്ന രാജ്യത്തെയാണ് ഒരു ഇസ്ലാമിക രാജ്യമെന്ന് പറയേണ്ടത്. ഉദാഹരണത്തിന് അമേരിക്ക ഏറ്റവും അധികം അതിക്രമം നടത്തുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണ്. അവിടുത്തെ ഭരണാധികാരികളും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണ്. എന്നാൽ അവർ ചെയ്യുന്ന അതിക്രമങ്ങളുടെ, ആ രാജ്യം ചെയ്യുന്ന അതിക്രമങ്ങളുടെ പേരിൽ ആരും അത് അമേരിക്കയുടെ അതിക്രമങ്ങൾ ക്രൈസ്തവ മതത്തിൻ്റെ കണക്കിൽ വരവെക്കാറില്ല. വരവെക്കാൻ പാടില്ല എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ മാന്യത, ഈ നീതി ഇസ്ലാമിനോടും അവർ കാണിക്കേണ്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകനാണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരിയുമായിരുന്നു. എന്നാൽ താൻ മരിക്കുന്നതിന് മുൻപ് ഈ ഭരണം തൻ്റെ മകൾക്കോ മകളുടെ ഭർത്താവിനോ പ്രവാചകൻ കൈമാറിയില്ല. ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചില്ല. മറിച്ച് പ്രവാചകന്റെ മരണം അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അമ്പരപ്പിച്ചു. വാർത്ത കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളുമെടുത്തുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചുവെന്ന് ചില മുനാഫിക്കുകൾ പറയുന്നു. അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് മരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ദൂതനായ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോൾ ആളുകൾ പറഞ്ഞു മൂസ അലൈഹിസ്സലാം മരിച്ചുവെന്ന്. എന്നാൽ 40 നാളുകൾക്ക് ശേഷം മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരിച്ചു വരും. അതുകൊണ്ട് ആരെങ്കിലും മുഹമ്മദ് മരിച്ചുവെന്ന് പറഞ്ഞാൽ അയാളുടെ ശിരസ് ഞാൻ അരിഞ്ഞു വീഴ്ത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലറിയിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സത്യം ബോധ്യപ്പെടുത്താനും ജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വരേണ്ടി വന്നു.
മതപ്രഭാഷണങ്ങളുടെ ചരിത്രത്തിലെ മഹനീയമായൊരു പ്രഭാഷണത്തിലൂടെ ഈ ഭ്രാന്തിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തി. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് മരിച്ചു കിടക്കുന്നു, നിങ്ങൾക്ക് പോകാം. എന്നാൽ നിങ്ങൾ ആരാധിക്കുന്നത് ഹയ്യുൽ ഖയ്യൂമായ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെയാണ് എങ്കിൽ അവന് മരണമില്ല, നിങ്ങൾക്ക് നിൽക്കാം. എന്നിട്ട് ഖുർആനിൽ നിന്നുള്ള വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് തുടങ്ങുന്ന വചനങ്ങളുണ്ടല്ലോ, അത് ഓതിക്കേൽപ്പിച്ചു. മുഹമ്മദ് ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹത്തിന് മുൻപും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വധിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ, അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിനൊരു നഷ്ടവുമില്ല എന്ന ഈ വചനങ്ങൾ ഓതിക്കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സത്യം ബോധ്യപ്പെടുകയും തളർന്ന് നിലത്തിരുന്നു. അതിനുശേഷം ആരായിരിക്കും അടുത്ത ഭരണാധികാരി എന്ന ചർച്ച വന്നപ്പോൾ എല്ലാവരും കേൾക്കിയ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാകട്ടെ നമ്മുടെ ഭരണാധികാരി എന്നതാണ് എൻ്റെ ആഗ്രഹം. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അത് ഏകകണ്ഠേന അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ജനകീയമായൊരു തീരുമാനമായിരുന്നു. അധികാരം ഏറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെയും ഭരണാധികാരികൾ ചെയ്ത പ്രഭാഷണങ്ങളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടത്. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായിരിക്കുകയാണ്, എന്നാൽ നിങ്ങളിൽ നിന്നും എനിക്ക് യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഞാൻ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, തെറ്റാണ് എങ്കിൽ നിങ്ങൾ തിരുത്തുക. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ ദൂതൻ്റെ ചര്യയും അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ അനുസരിക്കാൻ യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. എന്താണ് ആ വാക്കുകൾ? ഹ്രസ്വമായൊരു കാലഘട്ടം മാത്രമേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടുള്ളൂ. അസുഖം വന്ന് തുടരാൻ കഴിയില്ല, മരണം അടുത്തെത്തിയെന്ന് തോന്നിയപ്പോൾ ഒരു പിൻഗാമി വേണമെന്ന് ആഗ്രഹിച്ചു. ആ പിൻഗാമിയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിൽ കണ്ടത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, താങ്കളെയാണ് ഞാൻ എൻ്റെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, തീരുമാനമല്ല എൻ്റെ ആഗ്രഹം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റാരെങ്കിലും കണ്ടെത്തുക, അബൂ ഉബൈദയായിക്കൊള്ളട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ വിശ്വസ്തനാണ്, ശക്തനല്ല, ഇസ്ലാം ഒരുപാട് പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ശക്തനായൊരു ഭരണാധികാരി ഇല്ല എങ്കിൽ ഇസ്ലാമിൻ്റെ പ്രകാശം അവർ അണയ്ക്കാൻ ശ്രമിക്കും. അതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരം നൽകിയത് ഖുർആനിൽ നിന്നുള്ള വചനങ്ങളാണ്. യുരീദൂന ലിയുത്ഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിൻ്റെ പ്രകാശത്തെ അണയ്ക്കുവാൻ, കെടുത്തുവാൻ അവർ അവരുടെ വായകൾ കൊണ്ട് ശ്രമിക്കുന്നു. അവർ എത്ര ശ്രമിച്ചാലും അല്ലാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂബക്കർ, താങ്കൾക്ക് എങ്ങനെയാണ് എന്നെ ഒരു പിൻഗാമിയാക്കാൻ കഴിയുന്നത്? ഒരുപാട് കാര്യങ്ങളിൽ താങ്കളുമായി ഞാൻ ശക്തമായ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചിട്ടില്ലേ? അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണെന്നറിയാമോ? അത് തന്നെയാണ് ഉമർ, താങ്കളുടെ യോഗ്യത. മനസ്സിലുള്ളത് സത്യസന്ധമായി തുറന്നു പറയുന്നവരെയാണ് നമുക്കിന്ന് ആവശ്യം. ഇന്നാരെങ്കിലും സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ തെറിക്കും. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെപ്പോലെയുള്ളവർ ഈ അധികാരം ഏറ്റെടുത്തില്ലെങ്കിൽ അതിക്രമകാരികളായ ആളുകളുടെ കരങ്ങളിൽ അത് വരും. ഒരു തണലും ലഭിക്കാത്ത സന്ദർഭത്തിൽ തണലിൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് നീതിമാനായ ഭരണാധികാരി എന്ന് കേട്ടിട്ടില്ലേ? ഉടൻ ഉമർ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുകയാണ് ഉണ്ടായത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, അധികാര കസേരകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കപട നിറഞ്ഞ ഈ ലോകത്ത് പ്രവിശാലമായ ഒരു രാജ്യത്തിൻ്റെ ചെങ്കോൽ വെച്ച് നീട്ടിയിട്ടും അത് നിരസിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ തൻ്റെ മുഖത്തു നോക്കി അഭിപ്രായ ഭിന്നതകൾ തുറന്നു പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന് ശഠിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇതെല്ലാം കപടത നിറഞ്ഞ ഈ ലോകത്തിന് മനസ്സിലാവുകയില്ല. ഇസ്ലാമിൻ്റെ മനസ്സാക്ഷിയുമായിട്ട് ബന്ധപ്പെടണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം അധികാരമേറ്റെടുത്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇരുകൈകളും ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ പരുഷ പ്രകൃതനാണ്, എന്നെ നീ സൗമ്യനാക്കണമേ. ഞാൻ ദുർബലനാണ്, എന്നെ നീ ശക്തനാക്കണമേ. ഞാൻ ലുബ്ധനാണ്, എന്നെ ഉദാരനാക്കണമേ. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ പരുക്കൻ സ്വഭാവത്തിൽ നിങ്ങൾ എന്നെ ഭയക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഭരണാധികാരിയായിരിക്കുന്നു, അത് കുറഞ്ഞിരിക്കുന്നു. നീതി നിഷേധിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കുകയില്ല.
നീതി നിഷേധിച്ച് നീങ്ങുന്നവൻ നീതി അംഗീകരിക്കുന്നതുവരെ, സത്യം അംഗീകരിക്കുന്നതുവരെ എൻ്റെ കാൽ അയാളുടെ കരണത്തായിരിക്കും. എന്നാൽ മര്യാദക്കാർക്കും മാന്യന്മാർക്കും എൻ്റെ കവിൾ ഞാൻ ഭൂമിയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് നിങ്ങളെല്ലാവരും ഒരുപാട് തവണ കേട്ട സംഭവം, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്നിൽ വല്ല വക്രതയും കണ്ടാൽ നിങ്ങൾ തിരുത്തണം. ഉടനെ സദസ്സിൽ നിന്നൊരു ഗ്രാമീണൻ വാളുയർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ വല്ല വക്രതയും കണ്ടാൽ ഈ വാളുകൊണ്ടായിരിക്കും തിരുത്തുക. ആർക്കെതിരായിട്ടാണ് ആ ഗ്രാമീണൻ വാളുയർത്തി കാണിച്ചത്? അന്നത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ നേർക്ക്. അക്കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ മുഖത്തൊന്ന് തുറിച്ചു നോക്കാൻ പോലും സാധിക്കുകയില്ല. ഇത് കേട്ട മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. എന്നിൽ വല്ല വക്രതയും കണ്ടാൽ എന്നെ തിരുത്താൻ മാത്രം കെൽപ്പുള്ളവരെ ഈ സമൂഹത്തിന് നൽകിയ നിനക്കാണ് സർവസ്തുതി. ഇതാണ് ഇസ്ലാമിക ചരിത്രം. ഒരു ഏകാധിപത്യ ഭരണമോ, ഒരു രാജാവിൽ നിന്നും മകനിലേക്കും മകനിൽ നിന്നും മകനിലേക്കുള്ളൊരു ഭരണമോ ഒന്നും ഇസ്ലാം മുന്നിൽ കണ്ടിട്ടില്ല. ഇതെല്ലാം ഞാനിവിടെ വിവരിക്കാനുള്ള കാരണം, ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നന്മകൾ ചെയ്യുന്നുണ്ടാകാം, തെറ്റുകളുമുണ്ടാകാം. ഇതൊന്നും തെറ്റുകൾ ഇസ്ലാമിൻ്റെ കണക്കിൽ വരവെക്കാൻ പാടില്ല. കാരണം ഇസ്ലാം ഒരിക്കലും മതസ്വാതന്ത്ര്യത്തെയോ ചിന്താസ്വാതന്ത്ര്യത്തെയോ വിലക്കുന്നില്ല. കാരണം അത് വിലക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പ്രകൃതി മതമല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു അന്തമായിട്ട് നിങ്ങൾ വിശ്വാസികളാകണമെന്നാണ് ഖുർആൻ ശഠിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും ഖുർആൻ്റെ കാഴ്ചപ്പാട്? തൗഹീദ്, ഏകദൈവ വിശ്വാസം നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം, ചിന്തിക്കാൻ പാടില്ല. റിസാലത്ത്, പ്രവാചകത്വത്തിലുള്ള വിശ്വാസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണെന്ന വിശ്വാസം നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം, ചിന്തിക്കാൻ പാടില്ല. മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്ന തത്വം, ആഖിറത്തിലുള്ള വിശ്വാസം നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം, ചിന്തിക്കാൻ പാടില്ല എന്ന സമീപനമായിരിക്കേണ്ടേ ഖുർആൻ ഉപയോഗിക്കേണ്ടിയിരുന്നത്? മറിച്ച് അതാണോ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്? പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തിലെ നെബുലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഗോളങ്ങളിലേക്കും ഭൂമിയിലേക്കും അതിലെ പർവ്വതങ്ങളിലേക്കും സമതലങ്ങളിലേക്കും സാഗരങ്ങളിലേക്കും അതിലെ ജീവജാലങ്ങളിലേക്കും അതിൻ്റെ ഘടനകളിലേക്കും മനുഷ്യ ശരീരത്തിലേക്കും അതിൻ്റെ അതിസങ്കീർണങ്ങളായ അവയവങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ ആവർത്തിച്ച് ക്ഷണിച്ചുകൊണ്ട് ഇന്ന ഫീ ദാലികൽ ആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് ചിന്തിച്ച് നിങ്ങൾക്ക് സൃഷ്ടാവിനെ അംഗീകരിക്കാം, തിരസ്കരിക്കാം. അതല്ല ഖുർആൻ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അന്ധമായിട്ട് അംഗീകരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അംഗീകരിക്കാനുള്ളൊരു മാനദണ്ഡം നൽകി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏത് വ്യക്തിക്ക് വേണമെങ്കിലും വന്നിട്ട് പറയാം ഞാൻ പ്രവാചകനാണ്. ആ മാനദണ്ഡമാണ് വിശുദ്ധ ഖുർആൻ. എഴുത്തും വായനയും അറിയാത്ത, ശാസ്ത്രത്തെ സംബന്ധിച്ചോ നിയമത്തെ സംബന്ധിച്ചോ ചരിത്രത്തെ സംബന്ധിച്ചോ യാതൊന്നും അറിയാത്തൊരു വ്യക്തി, 40-ാം വയസ്സ് വരെ സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി 40-ാം വയസ്സിൽ അന്നത്തെ അറബി സാഹിത്യകാരന്മാരെ അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള അറബി സാഹിത്യത്തിൽ സംസാരിക്കുന്നു. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത വ്യക്തി, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ബീജത്തെയും അണ്ടത്തെയും, ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും, സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന അടിസ്ഥാന കോശങ്ങളെയും, അതുപോലെ തന്നെ കോശങ്ങളുടെ അടിസ്ഥാന വളർച്ചയുടെ ഘട്ടങ്ങളെയും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചകളെയും സംബന്ധിച്ച് പറയുന്നു. ഇതെല്ലാം ആധുനിക ശാസ്ത്ര വസ്തുതകളുമായിട്ട് യോജിക്കുന്നു. ശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാതിരുന്ന വ്യക്തി പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെയും നെബുലകളെയും ഗുരുത്വാകർഷണ ശക്തിയെയും സാഗരങ്ങളുടെ ആഴങ്ങളിൽ ആധുനിക സബ്മെറീൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയ അന്ധകാരങ്ങളെയും സംബന്ധിച്ച് പറയുന്നു. ഇതെല്ലാം ആധുനിക ശാസ്ത്ര വസ്തുതകളുമായിട്ട് യോജിക്കുന്നു. നിയമത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത വ്യക്തി മനുഷ്യ സമത്വത്തെയും നിയമത്തിൻ്റെ മുൻപിലുള്ള സമത്വത്തെയും സ്ത്രീകളുടെ അവകാശങ്ങളുടെയും അഗതികളുടെയും അനാഥരുടെയും വിധവകളുടെയും സന്താനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും അതുപോലെ തന്നെ യുദ്ധ തടവുകാരുടെയും എല്ലാം അവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നു. ഇതെല്ലാം പിന്നീട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ പലരും ഉൾക്കൊള്ളിക്കുന്നു. ചരിത്രം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി മൺമറഞ്ഞ പട്ടണങ്ങളെ സംബന്ധിച്ച് പറയുകയും ഇതിനെ സംബന്ധിച്ച ചില പട്ടണങ്ങളെ സംബന്ധിച്ച സൂചനകൾ സാറ്റലൈറ്റിലൂടെ ലഭിക്കുന്നു. അങ്ങനെ ഇന്നഹുൽ തൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൻ്റെ നിന്നും അവതീർണമായൊരു ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ആ വചനങ്ങൾ ആരുടെ നാവിലൂടെയാണോ വന്നത് ആ വ്യക്തിയെ പ്രവാചകനായി അംഗീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്. എന്നെപ്പോലുള്ളൊരു വ്യക്തി, എനിക്കെപ്പോഴും ദൈവത്തെ നിഷേധിക്കാനുള്ള താല്പര്യമാണ്. കാരണം എൻ്റെ ഇഷ്ടാനുസരണം എനിക്ക് ജീവിക്കാം. വ്യത്യസ്തമായ പ്രകൃതിയാണ് മനുഷ്യരുടേത്. ഈ വിശുദ്ധ ഖുർആൻ എൻ്റെ മുൻപിൽ ഒരു സത്യമായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയും ഗതികെട്ടിട്ട്, കാരണം എൻ്റെ പ്രകൃതി അതാണ്. ആ സത്യം നിഷേധിക്കാൻ സാധിക്കാത്ത സാഹചര്യം എൻ്റെ മുൻപിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു സ്രഷ്ടാവുണ്ടെന്നും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ അംഗീകരിച്ചത്. ഇനി പരലോകത്തെ
മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നിടത്തും നിങ്ങൾ അന്ധമായിട്ടത് അംഗീകരിക്കണമെന്നാണോ ഖുർആൻ പറഞ്ഞത്? ഒരിക്കലുമല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ എത്ര യുക്തിഭദ്രമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നില്ലേ, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. എത്ര ഭംഗിയാണ്. ആദ്യമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ പിന്നെയും സൃഷ്ടിക്കുക എത്ര എളുപ്പമാണ്. അതാണ് ഖുർആൻ ഉപയോഗിച്ച പദം. കാരണം ആദ്യം അള്ളാഹുവിനെ അംഗീകരിപ്പിക്കാൻ ഖുർആൻ എടുത്ത മാനദണ്ഡം എന്താണ്? നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, നെബുലകളിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളിലേക്ക് നോക്കുക, സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക. ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് ഇതൊന്നും സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ യാദർച്ഛികമായി ഉണ്ടാകില്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത് നാം അംഗീകരിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങളെ ശൂന്യതയിൽ നിന്ന് അള്ളാഹുവിന് ഇതെല്ലാം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഉണ്ടാക്കുക വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും യുക്തിഭദ്രമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ട് എന്നിട്ടും അള്ളാഹു പറയുന്നില്ല നിങ്ങൾ അന്ധമായിട്ടത് സ്വീകരിക്കണമെന്ന്. എന്നിട്ടും പറയുന്നു നിങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് സ്വീകരിക്കാം, തിരസ്കരിക്കാം. എന്തൊരു ഭംഗിയാണ് ഖുർആൻ്റേത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേ. കാരണം 18-ാം അധ്യായത്തിൽ 29-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് വഖുലിൽ ഹഖ്ഖു മിൻ റബ്ബിക്കും, എല്ലാ സത്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഫമൻ ഷാ ഫൽ യുഅ്മിൻ, നിങ്ങൾക്ക് ഉദ്ദേശിച്ചവർക്ക് വിശ്വസിക്കാം. വമൻ ഷാ ഫൽ യക്ഫുർ, ഉദ്ദേശിച്ചവർക്ക് അവിശ്വസിക്കാം. 76-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, നാം 2 പാതകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വിശ്വാസികളാകാം, അല്ലെങ്കിൽ അവിശ്വാസികളാകാം. എന്തൊരു മനോഹരമാണിത്. ഈ വസ്തുതകളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും നിങ്ങൾ അന്ധമായിട്ട് ഇത് അംഗീകരിക്കണമെന്നല്ല, നിർബന്ധമായിട്ട് അംഗീകരിക്കണമെന്നല്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ അവിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിൻ ഗയ്, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞ് നിൽക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് 10-ാം അധ്യായത്തിൽ 99-ാം വചനത്തിൽ അള്ളാഹു പറയുന്നില്ലേ വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഞാൻ വിശ്വാസികളാക്കുമായിരുന്നു. എന്നിരിക്കെ നീ അവരെ നിർബന്ധിച്ച് വിശ്വാസികളാക്കുകയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം പ്രവാചകനോട് ചെയ്യേണ്ട, നമ്മളോട് ചെയ്യേണ്ട. ഈ മതത്തെ സംബന്ധിച്ചാണ് നിർബന്ധ മതപരിവർത്തനം നടത്തുന്ന മതദർശനം എന്ന ആളുകൾ പറയുന്നത്. എത്രയോ വചനങ്ങൾ ഖുർആനിൽ കാണാം. ഇനി അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ ദൂതൻ്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാണ് എന്ന് 5-ാം അധ്യായത്തിലെ 92-ാം വചനത്തിലൂടെയും നിന്റെ രക്ഷിതാവിൽ നിന്നും സ്പഷ്ടമായ തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ആർ അത് കണ്ടറിയുന്നുവോ അവർക്ക് നന്മ, ആർ അന്ധത സ്വീകരിക്കുന്നുവോ അവർക്ക് തിന്മ, ദോഷം തന്നെ. ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനൊന്നുമല്ല എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 6-ാം അധ്യായത്തിലെ 104-ാം വചനത്തിലൂടെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പിൻപറ്റുക, അവൻ്റെ ദൂതനെ പിൻപറ്റുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞാലോ? ഞാനൊരു ഉത്ബോധകൻ മാത്രമാണ് എന്ന് 64-ാം അധ്യായത്തിലെ 12-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തുന്നു. ഇങ്ങനെ ഒട്ടനവധി വചനങ്ങൾ. ചാരപ്രവർത്തിക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിക്കുകയും ചാരപ്രവർത്തി ചെയ്ത ശേഷം ഇസ്ലാമിൽ നിന്ന് പോകുന്നവർക്ക് മാത്രമേ ഒരു കഠിനമായ ശിക്ഷ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഒരാൾ മുസ്ലിം മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചു നാളെ അയാൾക്ക് ഇസ്ലാം വിട്ടുപോകണമെങ്കിൽ അയാൾക്ക് ഭൂമിയിൽ ഒരു ശിക്ഷയും അള്ളാഹു പറഞ്ഞിട്ടില്ല, പരലോകത്താണ്. ഉദാഹരണത്തിന് ഖുർആൻ 5-ാം അധ്യായത്തിൽ 54-ാം വചനത്തിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ എന്നാണ് വിളിച്ചിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും മതം ഉപേക്ഷിച്ചാൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരും. അതല്ലാതെ വധിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൽ 90-ാം വചനത്തിൽ പറയുകയാണ് വിശ്വസിച്ച ശേഷം അവിശ്വാസികളാവുകയും അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കില്ല, പരലോകത്തെ സംബന്ധിച്ചാണ്. ഇത് തന്നെയാണ് 4-ാം അധ്യായത്തിലെ 137-ാം വചനത്തിലും പറയുന്നത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കളൊരു ഉത്ബോധകൻ മാത്രമാണ്, അധികാരം ചുമത്തേണ്ടവനല്ല എന്ന് 88-ാം അധ്യായത്തിൽ 21-ഉം 22-ഉം വചനങ്ങളിലൂടെ പറയുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് 109-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. 22-ാം അധ്യായത്തിൽ 40-ാം വചനത്തിൽ ഖുർആൻ പറയുന്നില്ലേ
വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ് ലഹുദ്ദിമത് സ്വവാമിഉ വബിയമ സ്വലവാത്ത് വമസാജിദു യുദ്കറു ഫീ ഇസ്മില്ലാഹി കസീറ. അല്ലാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന്. പ്രതിരോധ ചെറുത്തുനിൽപ്പുകളിൽ പോലും അമുസ്ലിങ്ങൾ ആരാധനയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവർ ഉപദ്രവിക്കരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ പ്രവാചകനാണ്, അതോടൊപ്പം അവിടുത്തെ ഭരണാധികാരിയാണ്. ഈ ആധുനിക കാഴ്ചപ്പാടനുസരിച്ചുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് രൂപം നൽകിയൊരു കരാറ്, അതിലെ അമുസ്ലിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും, അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാനും ക്രൈസ്തവർക്കും യഹൂദർക്കുമെല്ലാം അവരുടെ ആരാധനകൾ നിർമ്മിക്കാനും വിശ്വാസവുമായി മുന്നോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും അവരെ ആക്രമിച്ചാൽ അത് ഈ മദീനയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കണം, വ്രതമനുഷ്ഠിക്കണം, സക്കാത്ത് നൽകണം. 1,00,000 ദിർഹം വരുമാനമുള്ളയാൾ 2,500 ദിർഹം സക്കാത്ത് നൽകണം. 1 കോടിയുള്ളയാൾ 2,50,000 ദിർഹം സക്കാത്ത് നൽകണം, ഇല്ലേ? എന്നാൽ അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ശതമാനമാണ് ജിസിയ. അവർക്ക് സംരക്ഷണം, പ്രതിരോധ യുദ്ധങ്ങളിലും പങ്കെടുക്കേണ്ട. ഞാൻ ആ സമയത്താണ് ജീവിച്ചെങ്കിൽ, വിശ്വാസം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ നിങ്ങൾ ഏത് മതം സ്വീകരിക്കും? മുസ്ലിം ആയാൽ നിങ്ങൾക്ക് നമസ്കരിക്കണം, വ്രതമനുഷ്ഠിക്കണം, പ്രതിരോധ യുദ്ധങ്ങളിൽ പങ്കെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? അമുസ്ലിം ആയാൽ ഒന്നുമില്ല, ചെറിയൊരു സംഖ്യ ജസിയ നൽകിയ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാന്യമായിട്ടാണ് അവരോട് പെരുമാറിയത്. ആരെങ്കിലും അമുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയും അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആ അതിക്രമം ചെയ്യുന്നവർക്കെതിരെ സാക്ഷിയായിട്ട് ഞാൻ വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മദീനയിൽ പള്ളിയിൽ വെച്ച് തന്നെ മറ്റു മതങ്ങളിലെ പുരോഹിതരുമായിട്ട് സ്നേഹസംവാദങ്ങളിൽ ഏർപ്പെട്ട പ്രവാചകൻ, യഹൂദ പെൺകുട്ടിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് സമാശ്വസിച്ച പ്രവാചകൻ, വൃദ്ധയായ ഒരു അമുസ്ലിം സ്ത്രീക്ക് ഭാരം ചുമന്നു കൊടുത്ത പ്രവാചകൻ, ഹിജറ എന്ന പ്രധാനപ്പെട്ട നിർണായകമായ യാത്രയിൽ വഴികാട്ടിയായി പ്രവാചകൻ സ്വീകരിച്ചത് ഒരു അമുസ്ലിമിനെയായിരുന്നു. അന്ത്യശ്വാസം വലിക്കുമ്പോഴും പ്രവാചകൻ്റെ ഒരു വസ്തു ഒരു യഹൂദൻ്റെ അടുത്ത് പണയത്തിലായിരുന്നു. നാം കേട്ടിട്ടുണ്ടല്ലോ. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ സർവസ്വവും പ്രവാചകൻ നൽകാൻ തയ്യാറായപ്പോഴും പ്രവാചകൻ യഹൂദനായിട്ട് ഇത് ഇടപാടിൽ ഏർപ്പെട്ടത് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. അതുതന്നെയാണ് യഹൂദൻ്റെ ശവമഞ്ചം കടന്നുപോയപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന ഘട്ടത്തിൽ ഒരാൾ ചോദിച്ചില്ലേ പ്രവാചകനിയായി, അതൊരു യഹൂദൻ്റെ ശവമഞ്ചമല്ലേ? പ്രവാചകൻ മറുപടി പറഞ്ഞില്ല, അയാളും ഒരു മനുഷ്യനല്ലേ എന്ന്. ഈ ഒരു മാതൃകയാണ് മഹാന്മാരായ എല്ലാ ഭരണാധികാരികളും ചെയ്തിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മദീനയിലെ ചീഫ് അക്കൗണ്ടൻറ്റ് ഒരു ഗ്രീക്ക് വംശജനായിരുന്നു. ഈജിപ്തിലെ ഗവർണർ അംർ ബിൻ ആസിൻ്റെ മകൻ മുഹമ്മദ് ഒരു കോപ്റ്റിക് വംശജനായ ഒരു ക്രിസ്ത്യാനി ആക്രമിച്ചപ്പോൾ കഠിനമായ ശിക്ഷയാണ് ആ മുഹമ്മദ് എന്ന വ്യക്തിക്ക് നൽകിയത് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഒരു യഹൂദ സ്ത്രീയുടെ ഭവനം പൊളിച്ചുകൊണ്ട് മസ്ജിദ് പണിയാൻ ശ്രമിച്ചപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ മസ്ജിദ് നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ? ജെറുസലേമിൽ ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ അവിടുത്തെ ചേർച്ചിൽ പ്രാർത്ഥിക്കാൻ അവിടുത്തെ പുരോഹിതർ ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഉമർ ഇവിടെ പ്രാർത്ഥിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മുസ്ലിങ്ങൾ ഈ ചേർച്ച് മസ്ജിദാണെന്ന് പറഞ്ഞ് വാദിക്കാം, ഉമർ പ്രാർത്ഥിച്ച സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഞാൻ തയ്യാറല്ല എന്ന്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ഈ ചരിത്രത്തിനെതിരായിട്ട് ഏതെങ്കിലും രാജ്യത്തിലെ ഏതെങ്കിലും ഭരണാധികാരി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിൻ്റെ ഭാരമൊന്നും മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ട. പക്ഷേ ഞാൻ ഇവിടുത്തെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ക്രൈസ്തവർക്ക് അവരുടെ ചേർച്ചുകൾ പണിയാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് പ്രബോധനം നടത്താൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, ഹൈന്ദവർക്ക് അവരുടെ അമ്പലങ്ങൾ പണിയാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, പ്രബോധനം നടത്താൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ, ആ രാജ്യത്ത് വെച്ച് ശബ്ദിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇവിടെയെങ്കിലും വെച്ച് എതിർക്കാനുള്ള ഈമാൻ നമുക്കുണ്ടാകണം. കാരണം ഒരു സംവാദങ്ങളും പ്രചരണങ്ങളും നടത്താൻ നാം എന്തിനു ഭയക്കണം? ഇസ്ലാം അജയ്യമാണെന്ന് നാം പറയുന്നു. എന്നാൽ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഒന്നും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോകട്ടെ. ഈ വിശ്വാസത്തിൽ, ഖുർആൻ്റെ അജയ്യതയിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏത് സംവാദങ്ങളിലും സ്നേഹസംവാദങ്ങളിലും ഏർപ്പെടാൻ നാം തയ്യാറാകണം. അപ്പം മക്ക അതിൻ്റെ പരിസരത്തല്ല, ആ പരിസരത്ത് മുസ്ലിങ്ങൾ അനുവദിക്കില്ല. കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അത് അവരുടെ ആചാരമാണ്, അതിലൊരു തെറ്റുമില്ല. മറിച്ച് മതസ്വാതന്ത്ര്യം പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ടും ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളായിട്ടും ഭരണഘടനയ്ക്ക് രൂപം നൽകിയവരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളായിട്ടും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളോടൊപ്പം
ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും അതുപോലെ സിഖ് മതക്കാർക്കും ജൈന മതക്കാർക്കും ബുദ്ധമതക്കാർക്കും തുല്യമായ അവകാശങ്ങൾ നൽകി. തങ്ങളുടെ വിശ്വാസം സ്വീകരിക്കാനും ആ വിശ്വാസത്തിനനുസൃതമായിട്ട് ജീവിക്കാനും ആ വിശ്വാസത്തിനനുസൃതമായിട്ട് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ആ വിശ്വാസത്തിനനുസൃതമായിട്ട് മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശങ്ങൾ നൽകി. ഒരു പൗരൻ്റെയും ജീവനും സമ്പത്തും അകാരണമായി കവർന്നെടുക്കരുതെന്നും ഒരു പൗരനും മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ജോലി നിഷേധിക്കരുതെന്നും ഭരണഘടനയിലുണ്ട്. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കും തൊഴിലിലും വിദ്യാഭ്യാസത്തിലും അവകാശങ്ങളുണ്ട്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ഈ കമ്മിറ്റി, ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഭാരതം ടയർ 2 എന്ന ഗതികേടിൽ എത്തിയതെന്ന് നാം വിശകലനം ചെയ്യണം. അത് രാജ്യത്തിൻ്റെ കുഴപ്പമല്ല, ഭരണഘടനയുടെ കുഴപ്പമല്ല, മറിച്ച് ഭരണഘടനക്കനുസൃതമായി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇരട്ടത്താപ്പ് നയങ്ങൾ മൂലമാണ്. ഇപ്പോൾ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ അഭിപ്രായം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഭരണകക്ഷിയും അതിൻ്റെ സമുന്നത നേതാക്കളും പറയുന്നത് എന്താണ്? ഭാരതത്തിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. ആ തുല്യരായ പൗരന്മാർക്ക് എന്തേ വ്യത്യസ്ത നിയമങ്ങൾ എന്നാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായ ചോദ്യം. ഒന്നാമത്, യൂണിഫോം സിവിൽ കോഡ് അനുസരിച്ചുള്ള വിവാഹ കാര്യങ്ങളും അതുപോലെ തന്നെ അനന്തര സ്വത്തുമെല്ലാം ഹൈന്ദവരെയോ ക്രൈസ്തവരെയോ മറ്റ് മുസ്ലിങ്ങളെയും ബാധിക്കുന്നില്ല. അതെന്തുമായിക്കൊള്ളട്ടെ. ഏതായാലും യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി മറ്റു നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചാലേ നിയമമാവുകയുള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മതസ്വാതന്ത്ര്യവും എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും ഭരണഘടന രൂപം നൽകിയവർ എഴുതി ചേർത്ത് ഭരണഘടനയിലുള്ളതല്ലേ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് വാദിക്കുന്നവർക്കൊരു ആത്മാർത്ഥതയില്ലേ? ഇവിടെ എല്ലാ പൗരന്മാരോടും തുല്യമായ നീതിയാണോ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. ദില്ലി കലാപത്തിൽ 4000-ഓളം സിഖുകാരെയും ഗുജറാത്ത് കലാപത്തിൽ 1500-ഓളം മുസ്ലിങ്ങളെയും മുംബൈ ബഗൽപൂർ മുസാഫർ കലാപങ്ങളിൽ 100 കണക്കിന് മുസ്ലിങ്ങളെയും വധിച്ച എത്ര ആളുകൾക്ക് വധശിക്ഷ ലഭിച്ചിട്ടുണ്ട്? എത്ര ആളുകൾ തടവിൽ കഴിയുന്നുണ്ട്? എത്ര ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഈ നീതി നടപ്പാക്കിയിട്ട് മതി യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ച എന്നതാണ് എൻ്റെ അഭിപ്രായം. മുസ്ലിം സ്ത്രീകളുടെ സംബന്ധിച്ച് കണ്ണുനീർ വാർക്കുന്ന ഈ ഭരണകക്ഷിയുടെ വക്താക്കളോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഈ കലാപങ്ങളിൽ എത്രയോ മുസ്ലിം സ്ത്രീകൾ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അതിന് കാരണക്കാരായി എത്ര ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര ആളുകൾ തടവറയിൽ കഴിയുന്നുണ്ട്? അപ്പോൾ ആ നീതി നടപ്പാക്കിയിട്ട് പോരെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചയും എല്ലാവരെയും നിയമത്തിന് മുൻപിൽ തുല്യരായി കാണുവാനുള്ള ആ ആവേശത്തിൻ്റെ തുടക്കവുമെല്ലാം? ഇതൊന്നും നീതിന്യായ കോടതികളുടെ കുറ്റമല്ല. കാരണം ഉദാഹരണത്തിന് ഗുജറാത്ത് കലാപം, അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് അവിടുത്തെ പോലീസ് സംവിധാനമാണ്. തെളിവുകൾക്ക് അടിസ്ഥാനത്തിലല്ലേ കോടതികൾക്ക് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ കുറേ ആളുകൾ വർഷങ്ങളായിട്ട് ഡ്രില്ലുകളെല്ലാം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സ്വയരക്ഷ എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ ഇതുപോലൊരു ഡ്രില്ല് നടത്തിയേ? ഭീകരവാദികളും തീവ്രവാദികളുമായി വിധിക്കപ്പെട്ടവർ തടവിലാകും. മുസ്ലിങ്ങൾക്ക് ഇവിടെ ഡ്രില്ല് നടത്തേണ്ട കാര്യമില്ല. നമ്മെ രക്ഷിക്കാൻ പുറത്തൊരു രാജ്യത്ത് നിന്നുള്ളൊരു ആക്രമണമുണ്ടായാൽ ഈ രാജ്യത്തിലെ ശക്തമായ സൈന്യമുണ്ട് നമ്മെ സംരക്ഷിക്കാൻ. അതേപോലെ ആഭ്യന്തര കലാപങ്ങളുണ്ടായാൽ നമ്മെ സംരക്ഷിക്കാൻ എത്ര ന്യൂനതകളുണ്ടെങ്കിലും പോലീസ് സംവിധാനങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായി ഞങ്ങൾ. ഞങ്ങൾക്ക് സ്വകാര്യമായൊരു സേന വേണ്ട, സ്വയരക്ഷാർത്ഥം ഇത്തരത്തിലുള്ള ഡ്രില്ലുകളും വേണ്ട. കാരണം അങ്ങനെയെല്ലാം നാം ഒരു മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സ്വയരക്ഷാർത്ഥം ഒരു ഗ്രൂപ്പ്, മറ്റു മതക്കാരെല്ലാം പറയുന്നത് ഈ സൈന്യത്തിലും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിലും വിശ്വാസമില്ല എന്ന തെറ്റായ കാഴ്ചപ്പാടിലേക്കല്ല ആളുകളെ കൊണ്ടുപോവുകയാണ്. സൈന്യമുണ്ട് നമ്മെ സംരക്ഷിക്കാൻ, അതേപോലെ തന്നെ പോലീസ് സംവിധാനമുണ്ട് നമ്മെ സംരക്ഷിക്കാൻ. അപ്പോൾ എല്ലാവരെയും തുല്യരായി നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളോടാണ്, കേന്ദ്രത്തിലെ. നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ എല്ലാവരെയും തുല്യമായി കണ്ടിട്ടാകട്ടെ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് സംസാരം. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടില്ലേ? എന്നാൽ മുസ്ലിം പേരുള്ള ഒരു കലാകാരൻ, ഒരു നടൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെന്ന് പറയുകയാണ്.
എല്ലാവർക്കും തുല്യമായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? ആ തുല്യമായ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ട് വേണ്ടേ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച ചർച്ച? അതുപോലെ തന്നെ ബീഫിൻ്റെ പ്രശ്നം നമുക്കറിയാം. ആളുകൾ വധിക്കപ്പെടുന്നു, അതിനെതിരെ ആ വധിച്ച ആളുകളെ ശിക്ഷിക്കുന്നില്ല, ആ വധിക്കപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്കെതിരെ കേസുകൾ നടക്കുന്നില്ലേ? ഒരാൾ വധിച്ച കുറ്റകൃത്യത്തിന് പെട്ട ഒരു മനുഷ്യൻ ഒടുവിൽ മരിച്ചു, ജയിലിൽ കിടന്ന് ത്രിവർണ്ണ പതാക കൊണ്ട് പുതച്ചു മൂടിയാണ് കൊണ്ടുപോയത്. നാം കണ്ടതാണ് മീഡിയയിൽ. ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ അവസാനിപ്പിച്ചിട്ടാകട്ടെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ കാര്യം അവരുടെ സ്വാതന്ത്ര്യമാണ്. പന്നിമാംസം നാം ഭക്ഷിക്കാറില്ല. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ പന്നിമാംസം നിരോധിക്കണമെന്ന്? ഇനി മുസ്ലിങ്ങൾ പന്നിമാംസം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? തുല്യമായ നീതി എല്ലാവർക്കും വേണം. അതുപോലെ ഗർവാപ്പസി നാം ഗർവാപ്പസിയുടെ കാര്യത്തിൽ സന്തോഷമാണ്. വിശ്വാസമില്ലാത്ത എല്ലാ മുസ്ലിങ്ങളെയും നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. എന്നാൽ ക്രൈസ്തവർ മുസ്ലിങ്ങളും അതൊന്ന് ചെയ്താൽ എന്ത് കോലാഹലമായിരിക്കും ഇവിടെ. എല്ലാവരും തുല്യരായിട്ട് കാണേണ്ടേ നിങ്ങൾ? എന്നിട്ടാകട്ടെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇങ്ങനെ മതസ്പർദ്ധ ആരും നടത്താൻ പാടില്ല. ഒരു മുസ്ലിം ഒരിക്കലും നടത്താൻ പാടില്ല മതസ്പർദ്ധ. കാരണം വിശുദ്ധ ഖുർആൻ അത് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ മുഴുവൻ ഈ രാജ്യം വിട്ടുപോകണം എന്ന് പറയുന്നവർക്ക്, മുസ്ലിങ്ങൾ അപമാനിക്കുന്നവർക്ക്, അവഹേളിക്കുന്നവർക്ക് എതിരെ എന്ത് നടപടികളാണുള്ളത്? അപ്പോൾ എല്ലാവരെയും തുല്യരായി കണ്ടിട്ടാകട്ടെ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച ചർച്ചയും മറ്റും എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇതിനർത്ഥം ഈ രാജ്യത്തിൽ ഒരുപാട് നിലനിൽക്കുന്ന നന്മകൾ നാം കാണുന്നില്ല എന്നല്ല. കാരണം ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടിട്ട് പോലും നമ്മൾ മുസ്ലിങ്ങളെ പൗരന്മാരായി കണ്ടുകൊണ്ട് ഒരുപാട് അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള രാജ്യമാണിത്. അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും, കലാപങ്ങളിൽ മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടപ്പോഴും, ബലാത്സംഗങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾ ഇരയായപ്പോഴും മുസ്ലിങ്ങളുടെ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിലും വ്യത്യസ്ത നിയമനിർമ്മാണ സഭകളിലും പ്രതിഫലിപ്പിക്കപ്പെട്ടത് മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹിന്ദു MP-മാരുടെയും MLA-മാരുടെയും നാവുകളിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുരന്തങ്ങൾ ലോകം അറിയുന്നത് മഹാഭൂരിപക്ഷം വരുന്ന നല്ലവരായ ഹിന്ദു മാധ്യമപ്രവർത്തകരുടെ നാവിലൂടെയും തൂലികയിലൂടെയുമാണ്. ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ ഇരട്ടത്താപ്പ് നയങ്ങളെ ചൂഷണം ചെയ്ത് ആരെങ്കിലും നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ട് നിങ്ങളെ തെറ്റായ കാഴ്ചപ്പാടുകളിലേക്കും ഭീകരതയിലേക്കും തീവ്രവാദത്തിലേക്കും ദേശവിരുദ്ധ നിലപാടുകളിലേക്കും നയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവരോട് പറയണം, ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. ഞങ്ങൾക്കിവിടെ മഹാഭൂരിപക്ഷം നല്ലവരായ ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, മറ്റു മതവിഭാഗക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ മതേതരത്വത്തിന് നശിപ്പിക്കുന്ന ഏതെങ്കിലും പ്രവണതകളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും പരിധിയിൽ കൃത്യമായി ഒതുങ്ങി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചോളാം ഇലക്ഷനിലൂടെയും മറ്റും. ഒരിക്കലും ഞങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ, നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഏർപ്പെടില്ല എന്ന് പറയണം. കാരണം ഭീകരത നമ്മെ ഒരിടത്തും കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല, നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പലസ്തീൻ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഒട്ടേറെ നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു നൂറ്റാണ്ടോളം പലസ്തീൻ ജനതയെ അവരുടെ ജന്മനാട്ടിൽ നിന്നും പുകച്ച് പുറത്താക്കി അവരെ ദുരന്തത്തിൻ്റെ ആഴങ്ങളിലേക്ക്, നരകതുല്യമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇല്ലേ? ഒരു പ്രഭാതത്തിൽ യഹൂദ പടയാളികൾ വന്നുകൊണ്ട് അവരുടെ ഭവനങ്ങൾ തകർത്തിട്ട് യഹൂദർക്ക് താമസിക്കാനായിട്ടുള്ള ഫ്ലാറ്റുകൾ പണിയുന്നു. അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, വിദ്യാലയങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും എല്ലാം നശിപ്പിക്കുന്നു. പെടുന്നനെ അവർ വന്നിട്ട് ഗൃഹനാഥനെയും അതുപോലെ പ്രായപൂർത്തിയായ ആൺമക്കളെയും തടവിലാക്കി കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ പോലീസ് വാഹനങ്ങളുടെ പിന്നിലൂടെ കരഞ്ഞുകൊണ്ടോടുന്ന മാതാക്കളുടെയും വൃദ്ധരുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ നമ്മുടെ മനസ്സുകൾ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപ് വരെ നിങ്ങൾ ശ്രദ്ധിക്കണം, BBC, CNN ചാനലുകളിലെ പ്രധാന വാർത്തകൾ എപ്പോഴും പലസ്തീൻ ഇഷ്യൂ ആയിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ദുരന്തങ്ങളായിരുന്നു. അതുകൊണ്ട് ലോക ജനതയുടെ മനസ്സിൽ പലസ്തീൻ എപ്പോഴും ജ്വലിച്ചു നിന്നിരുന്നു, അവരുടെ ദുരന്തങ്ങൾ. എന്നാൽ സെപ്റ്റംബർ 11 ശേഷം ലോകമാധ്യമങ്ങളുടെയും ലോകത്തിൻ്റെയും ശ്രദ്ധ അൽ-ഖായിദ, ഐസിസ് മുതലായ ഭീകര പ്രവർത്തനങ്ങളിലേക്കായില്ലേ? ഇതിൻ്റെ പിന്നിൽ യഹൂദരാണെന്ന് പറയുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, സെപ്റ്റംബർ 11 പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മുസ്ലിം നാമം ധരിച്ച ആളുകൾ പറയുന്നത് പലസ്തീൻ ഇഷ്യൂവിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്തത്, പ്രധാനമായൊരു കാര്യം. എന്നിട്ട് പലസ്തീൻ ഇഷ്യൂ എവിടെ പോയി?
മറിച്ചൊരു ഭീകരതയിലൂടെയല്ലാതെ, തീവ്രവാദത്തിലൂടെയല്ലാതെ ഈ പ്രശ്നങ്ങൾ നമുക്ക് നിസ്സാരമായി പരിഹരിക്കാൻ മറ്റൊരു മാർഗമുണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 11 മുൻപ് വരെയും അമേരിക്കയിൽ ഇസ്ലാം വളർന്നിരുന്നത് 2 പ്രധാന വിഭാഗത്തിലൂടെയാണ്. ഒന്ന്, പുതിയതായി ഇസ്ലാം സ്വീകരിക്കുന്നവർ. എപ്പോഴും ഒരു പരിമിതിയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നു. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം ഇസ്ലാം ചർച്ചയായപ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അതിനൊരു പരിമിതിയുണ്ട്. എന്നാൽ കുടിയേറ്റത്തിന് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. ഇപ്പോൾ ട്രംപ് വന്നിട്ട് മുസ്ലിങ്ങളെ കടത്തില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ഈ ഭീകര പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിരുന്നുവെങ്കിൽ, അമേരിക്കയിലെ വോട്ടർമാരിൽ 5% മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് തീരുമാനിക്കാമായിരുന്നു ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് ബുഷ് ജയിച്ചത് വളരെ തുച്ഛമായ വോട്ടിലാണ്. ഇപ്പോൾ ട്രംപ് ജയിച്ചത് മിക്ക സ്ഥലത്തും ഇലക്ട്രൽ കോളേജുകളിൽ വ്യത്യാസം വന്നത് നിസ്സാരമായ വോട്ടുകൾക്കാണ്. അവിടെ 5% വോട്ടുകൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, പ്രസിഡന്റുമാർ നമ്മുടെ വോട്ടോടുകൂടി ജയിക്കുന്നവരായിരുന്നുവെങ്കിൽ, പലസ്തീൻ പ്രശ്നത്തോട് നീതി പുലർത്തണമെന്ന് നമുക്കവരോട് പറയാമായിരുന്നില്ലേ? ഇവിടെ സമാധാനത്തിലൂടെയും ശാന്തിയിലൂടെയും ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചെയ്യേണ്ട കാലഘട്ടമാണിത്. അതല്ലാതെ ഭീകരതയും തീവ്രവാദവും നമ്മെ ഒരിടത്തും എത്തിക്കുകയില്ല. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇതെല്ലാം കണ്ടിട്ട് ഇനി പ്രബോധനം നടത്താൻ സാധിക്കുമോ എന്ന്. നിങ്ങൾ ഓരോരുത്തരും ഈ ഘട്ടത്തിലാണ് പ്രബോധനം നടത്തേണ്ടത്. ഭയന്നോടേണ്ട ഘട്ടമല്ലത്. പ്രബോധനം നടത്തുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ഖുർആൻ നൽകുന്ന അവകാശങ്ങളും 100% യോജിക്കുന്നു എന്നതാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്താണ്? ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനും ആ വിശ്വാസത്തിനനുസൃതമായി ജീവിക്കാനും ആ വിശ്വാസം പ്രബോധനം നടത്താനും നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. മറിച്ച് പ്രലോഭിപ്പിക്കരുത്, ഭയപ്പെടുത്തി ആരെയും ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരരുത്. എന്താണ് ഇസ്ലാം പറയുന്നത്? 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിൽ, ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക. ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? പാലും റൊട്ടിയൊന്നും കൊടുത്തിട്ടല്ല, വിജ്ഞാനത്തിലൂടെ ക്ഷണിക്കാം. ഇതും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു നിയന്ത്രണമുണ്ട്. അതായത് മറ്റു മതങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ നിങ്ങൾ പറയരുത്. അതും ഖുർആൻ പറയുന്നില്ല 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിൽ, വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കാനോ അവഹേളിക്കാനോ പറ്റില്ല. ഇപ്പോൾ അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് മറ്റുള്ള വിശ്വാസങ്ങൾ അവഹേളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ അവഹേളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഖുർആൻ പറഞ്ഞതുകൊണ്ട്. പിന്നെ എങ്ങനെയാണ് പ്രബോധനം നടത്തുന്നത്? ഖുർആനിൽ അവസാനം പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഓതിയ വചനത്തിൽ യുക്തിഭദ്രമായിട്ട്. ഉദാഹരണത്തിന്, ഒരു മുസ്ലിം പറയുന്നു, സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല, നിർജീവ വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഹൈന്ദവ മതവിശ്വാസിയുടെ വികാരം ഋണപ്പെടുത്തേണ്ടതില്ല. അത് മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഇല്ലേ? അതുപോലെ തന്നെ ഒരു ഹൈന്ദവ വിശ്വാസി പറയുന്നു, ഞങ്ങൾക്ക് സ്രഷ്ടാവിനെ ആരാധിക്കാം, സൃഷ്ടികളെ ആരാധിക്കാം, നിർജീവ വസ്തുക്കളെ ആരാധിക്കാം എന്നൊരു ഹൈന്ദവ വിശ്വാസി പറഞ്ഞാൽ അതൊരു മുസ്ലിമിൻ്റെ മതവികാരം ഋണപ്പെടുത്തേണ്ടതില്ല. ഒരു മുസ്ലിം പറയുന്നു സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, പക്ഷേ ഒരു ഹൈന്ദവ സഹോദരൻ പറയുന്നു സൃഷ്ടികളെ ആരാധിക്കാം, അതെൻ്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അതുപോലെ ഒരു ഹൈന്ദവ വിശ്വാസി മറിച്ച് പറഞ്ഞാലും ശരിയാകില്ല, ഇല്ലേ? അതേപോലെ ഒരു മുസ്ലിം പറയുന്നു ഈസാ നബി അലൈഹി സ്വലാം ദൈവമല്ല, ദൈവപുത്രനല്ല, ഈസാ നബി അലൈഹി സ്വലാമെ ക്രൂശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പറയുന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ അവകാശമാണ്, നമുക്കത് പറയാം. അത് കേട്ടിട്ടൊരു ക്രൈസ്തവ മതവിശ്വാസിയുടെ മതവികാരങ്ങൾ വ്രണപ്പെടേണ്ടതില്ല. അതുപോലെ ഒരു ക്രൈസ്തവ വിശ്വാസി പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ദൈവമാണ്, ദൈവപുത്രനാണ്, ജീസസ് ക്രൈസ്റ്റ് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മുസ്ലിമിൻ്റെ മതവികാരം വ്രണപ്പെടേണ്ട. കാരണം എന്ത് വെച്ചാൽ അങ്ങനെ വ്രണപ്പെടാൻ പോയാൽ മുസ്ലിമിനൊന്നും അങ്ങോട്ടും പറയാൻ പറ്റില്ല, ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസം ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും അവരുടെ മതഗ്രന്ഥം അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പരസ്പരം സംഘർഷം, ആദർശപരമായ കോൺഫ്ലിക്റ്റ്, മറ്റൊന്നുമില്ല, മതസ്പർദ്ധയൊന്നുമില്ല. ഇനി ഒരു നിരീശ്വരവാദി പറയുന്നു, ഒരു നിരീശ്വരവാദി പറയുകയാണ് ദൈവമില്ല. ഇവിടെ ദൈവം എന്ന് പറയുന്നത് ചൂഷണം ചെയ്യാൻ മതവിശ്വാസികൾ എടുത്ത ഒരു തന്ത്രമാണെന്ന് പറഞ്ഞാൽ അത് നിരീശ്വരവാദിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും യഹൂദനും ഹൈന്ദവനും ഒന്നും മതവികാരം വ്രണപ്പെടേണ്ടതില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ
ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത്. ആ നിയന്ത്രണം മാത്രം നാം സൂക്ഷിച്ചാൽ മതി. അവസാനമായി, ഈ പൂന്തോട്ടത്തിൽ റോസാപുഷ്പങ്ങളുണ്ട്. ഈ റോസാപുഷ്പങ്ങൾക്ക് മുള്ളുകളുണ്ടാകും. ഒരു പൂന്തോട്ടത്തിലെ റോസാപുഷ്പങ്ങൾ മുഴുവനും ബുൾഡോസർ ഓടിച്ച് നശിപ്പിച്ചാലും പിന്നീട് മുളച്ചു വരുന്ന റോസാപുഷ്പങ്ങൾക്ക് മുള്ളുകളുണ്ടാകും. മുള്ളുകളില്ലാത്ത റോസാപുഷ്പങ്ങൾ നമുക്ക് ലഭിക്കില്ല. അതുപോലെ ജീവിതമാകുന്ന പൂങ്കാവനത്തിൽ അഭിപ്രായ ഐക്യമെന്ന റോസാപുഷ്പങ്ങളോടൊപ്പം തന്നെ അഭിപ്രായ അനൈക്യമെന്ന വിയോജിപ്പെന്ന മുള്ളുകളും ഉണ്ടാകും. അഭിപ്രായ ഐക്യമുള്ള ആളുകളുമായിട്ട് തോളത്ത് കയ്യുമിട്ട് നടക്കാൻ ഒരു മഹത്വവും വേണ്ട. അഭിപ്രായ ഐക്യമുള്ളവരാണ്. നമ്മിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഔന്നത്യം കൈവരുന്നത്. പലപ്പോഴും വ്യത്യസ്ത ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളിൽ പോലും നാം അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് ജീവിതത്തിലൂടെ നല്ല പ്രബോധകരായി തീരണമെന്നും നിർഭയരായിക്കൊണ്ട് പ്രബോധന രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിൽക്കേണ്ട വെല്ലുവിളിയുടെ കാലഘട്ടമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.